ഇന്ന് അച്ഛൻ പറയാൻ പോകുന്നത് ഒരു കുരങ്ങച്ചൻ്റെ കഥയാണ്. കഥയുടെ പേര് കോട്ടിട്ട മങ്കിച്ചൻ. ഓക്കെ, കുഞ്ഞുമോന് കേൾക്കണേ. മഹാവികൃതിയാണ് ടിങ്കു മങ്കി. അതാണ് മങ്കി, ടിങ്കു എന്നാണ് ആ മങ്കിച്ചൻ്റെ പേര്. ഒരു ദിവസം അവന് തോന്നി നാട്ടിലെല്ലാം ഒന്ന് കറങ്ങി ചുറ്റി വന്നാലോ. അങ്ങനെ അവൻ മരത്തിൽ നിന്ന്, വലിയ മരത്തിലാണ് താമസം. അപ്പം ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ ചാടി ഇറങ്ങി. എന്നിട്ട് നാട്ടുവഴിയിലൂടെ നടന്നു. അങ്ങനെ നടന്നവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലൂടെ പോകുമ്പോൾ മുമ്പിലതാ ഒരു കൊച്ചു വീട് കണ്ടു. വീട് കണ്ടതും അവൻ അങ്ങ് ഓടിച്ചെന്നു. വീട്ടിൻ്റെ മുറ്റത്ത് എന്തുണ്ടായിരുന്നു? ഒരു കോട്ട്, നല്ല കോട്ടുണ്ടല്ലോ, കോട്ട് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഓടിച്ചെന്ന് മങ്കിച്ചൻ കോട്ടെടുത്തു. കോട്ട് നമ്മുടെ കുപ്പായം അല്ലേ. അങ്ങനെ കോട്ടെടുത്തിട്ട് അങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്ന് മറ്റൊരു വീടിൻ്റെ മുന്നിലെത്തി. അപ്പം അവിടെ ഏതാ ഒരു ഷൂസും ഒരു തൊപ്പിയിരിക്കുന്നു. ടിങ്കു എന്താക്കിയറിയോ? ഓടിച്ചെന്ന് ഷൂസും തൊപ്പിയും എടുത്തു. എന്നിട്ട് ഷൂസും ഇട്ട് തൊപ്പിയും വെച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പം അതെല്ലാവരും നോക്കിയിട്ട് ടിങ്കുവിനെ നോക്കി ചിരിക്കുന്നു. എന്താണെന്നറിയോ? എന്താ കാര്യം? ടിങ്കുവിന് ഷൂസും കോട്ടൊന്നും ഇടാൻ അറിയില്ലായിരുന്നു. കോട്ട് നേരെ തിരിച്ചാണ് ഇട്ടത്. ഷൂസ് ഇട്ടതും മാറിപ്പോയി. തൊപ്പി വെച്ചതെങ്ങനെ? നേരെ മേലോട്ട്. അപ്പം എല്ലാവരും ചിരിച്ചു. ചിരിക്കുന്നത് കണ്ടപ്പോൾ ടിങ്കുവിന് വിഷമമായി. ടിങ്കു ഓടാൻ തുടങ്ങി. ടിങ്കുവിൻ്റെ കാലിൽ ഷൂസ് തെറ്റിയിട്ടല്ലേ കിടക്കുന്നത്, മാറിയിട്ടല്ലേ കിടക്കുന്നത്. അതോടെ അവൻ എന്തായാലും മോളെ ഓടാൻ പറ്റാതെ ഒറ്റ വീഴ്ച. അവർ എന്താക്കി? കോട്ടും ഷൂസും തൊപ്പിയൊക്കെ ശരിയായിട്ട് ഇട്ട് കൊടുത്തു. അതെ. അപ്പം എന്തായാലും ടിങ്കുവിന് അങ്ങനെ നേരെ തൊപ്പിയും ഷൂസും കോട്ടും എല്ലാം ശരിയായിട്ട് നന്നായി നടക്കാൻ പറ്റി. അങ്ങനെ ടിങ്കു എന്താക്കി? നേരെ ഇട്ടിട്ട് ആ വഴിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പം എല്ലാവരും കൈയടിച്ചു. കുറച്ച് കഴിഞ്ഞ് എന്താക്കിയറിയോ? കോട്ടും ഷൂസും തൊപ്പിയും എല്ലാം അവൻ ഊരിയിട്ട് അവിടെ തന്നെ എടുത്തിടത്ത് തന്നെ വെച്ചിട്ട് സ്ഥലം വിട്ടു. അപ്പം അതാണ് കോട്ടിട്ട മങ്കിച്ചൻ്റെ കഥ. അപ്പോൾ കുഞ്ഞുമോക്ക് ഇഷ്ടമായ കഥ? അപ്പോൾ കുഞ്ഞുറങ്ങിക്കോ, അടുത്ത കഥ പറയാം.